2024 2016 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ വീഡിയോ ആയി വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ. അതാണ് ഈ വീഡിയോ. ഇതിപ്പോൾ ഞാൻ 8 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ ഒരു കാറാണ്. എൻ്റെ ആദ്യത്തെ സമ്പാദ്യമാണ്. ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചൊരു വണ്ടി. ആദ്യം തന്നെ ഈ വണ്ടീനെ കുറിച്ചിട്ട് അപ്സ് പറയാം, എന്നിട്ട് പിന്നെ ഡൗൺസ് പറയാം. അതായത് ഇതിൻ്റെ ഗുണങ്ങൾ. വണ്ടി ഒരു 4-5 ആൾക്കാരുള്ള ഒരു ഫാമിലി, നിങ്ങൾക്കൊരു നല്ല ഒരു കാറ് വേണം. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി ആയിരിക്കണം. അതുകൂടാതെ കുറച്ച് നല്ല മൈലേജ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു കാറാണിത്. ഞാനിപ്പോൾ 8 വർഷം 4 മാസമായി ഓടിക്കുന്നത്. ഏകദേശം 82,000 കിലോമീറ്റർ ഓട്ടി. ബ്രാൻഡ് ന്യൂ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് ഉണ്ടായ അപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് വളരെ എന്താ പറയുക, 22 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ ഒരു 16 എന്തായാലും കിട്ടും. ഏറ്റവും വലിയ ആപ്സ്. പിന്നെ എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വണ്ടി നിങ്ങൾക്ക് സ്വിഫ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. 10 ലക്ഷം വണ്ടി ഇന്ത്യയിൽ വണ്ടി വിറ്റിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാൻ പറ്റും വണ്ടീൻ്റെ മൊത്തത്തിലുള്ളൊരു ബ്യൂട്ടിയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്നാലും 8 വർഷത്തിന് ശേഷമുള്ള ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ അപ്സ് അതാണ്. ഒന്ന് നല്ല സീറ്റിംഗ് എന്താ പറയുക സൗകര്യമൊക്കെ ഉണ്ട്. 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഇതിൻ്റെ അകത്തുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്കിക്ക് ഒരു സ്പേസ് ഉണ്ട്. സാധാരണ സ്വിഫ്റ്റ് പോലെയല്ല, ഇത് ഡിസയർ ആയതുകൊണ്ട് ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഡിക്കിക്ക് ഒരു സ്പേസും കൂടിയുണ്ട്. പിന്നെ നമുക്കെന്താ പറയുക, മെയിൻ്റനൻസ് ഒക്കെ അത്ര വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നതൊന്നുമല്ല. മെയിൻ്റനൻസ് റിലേറ്റഡ് അങ്ങനെ വലിയ പണിയൊന്നും വന്നിട്ടൊന്നുമില്ല. ആകെ എനിക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പമ്പ് പോയിരുന്നു, ഡീസൽ പമ്പ്. അത് ചിലപ്പോൾ നമ്മൾ ഫ്യൂൽ ചെയ്യുമ്പോൾ ലൈനിങ് വന്ന ഉടനെ ചെയ്യാണ്ട് വണ്ടി ലോ ഫ്യൂലായിട്ട് കുറേ ഓടിച്ചിരുന്നു. അപ്പോൾ ഡ്രൈ ആയിട്ടാവണം എന്ന് പറഞ്ഞ്. അതല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് എന്താ പറയുക, തലവേദനയായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു കാർ നോക്കുന്നുണ്ട്, ഫാമിലിയിൽ 5-6 പേരുള്ളതാണെങ്കിൽ എന്താ പറയുക ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാർ തന്നെ ഇത്. പിന്നെ ഇത് ഡീസൽ ആയതുകൊണ്ട് ഇതിൻ്റേതായ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, നമുക്ക് ഒരു സ്മൂത്ത് വണ്ടീൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ഇതല്ല, ഒരു ചെറിയൊരു ശബ്ദം, ഡീസൽ വണ്ടീൻ്റെ ഒരു ശബ്ദം ഫീൽ ചെയ്യും. പിന്നെ വണ്ടി ഓവറോൾ കംഫർട്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെയധികം കംഫർട്ടോ അല്ലെങ്കിൽ വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറല്ല. ഫാമിലിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാറാണ്. അപ്പോൾ അപ്സ് കഴിഞ്ഞ് ഇനി ഡൗൺസിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രോബ്ലം, ഇതിൻ്റെ സ്റ്റെയറിങ് ആ സമയത്ത് ഇറങ്ങിയതിൽ കുറച്ച് സ്റ്റിഫായിട്ടുള്ളൊരു സ്റ്റെയറിങ് ആണ്. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു ബലം കൊടുക്കുന്ന, സ്റ്റെയറിങ് തിരിക്കാനും ഇളക്കാനൊക്കെ കുറച്ചൊരു ബലം കൊടുക്കേണ്ട പോലത്തെ ഒരു ഫീല് വരും. അതാണ് ഒരു പ്രോബ്ലം. രണ്ടാമത്തെ ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ഇനീഷ്യൽ ഒരു ആക്സലറേഷൻ ഒന്ന് ലെവലായതിനു ശേഷം മാത്രമേ വണ്ടി ഒന്ന് ഫാസ്റ്റ് ആവുള്ളൂ. ഒരു ഡീസൽ വണ്ടീൻ്റെ പ്രോബ്ലം ആണെന്ന് പറയേണ്ടത്. ഒരു ചെറിയൊരു ലാഗ് പോലെ ചില സമയത്ത് തോന്നും. പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക കുത്തലുണ്ട് വണ്ടീൻ്റേതായ ഒരു കുത്തി പോകുന്ന ഒരു ഫീൽ വരുത്തുന്നുണ്ട് എനിക്ക്. അതല്ലാണ്ട് വേറെ എനിക്ക് ഇതിൻ്റെ അകത്ത് വേറെ വണ്ടിയിൽ പ്രോബ്ലം ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ മെയിൻ്റനൻസ് തന്നെ ആസ് യൂഷ്വൽ 4 ടയർ മാറ്റി 2 തവണയായിട്ട്. പിന്നെ ഒരു ഓയിൽ ചേഞ്ച് സർവീസ് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. മീൻസ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ, ഇൻടേക്ക് ഫിൽറ്റർ അങ്ങനത്തെയൊക്കെ മാറ്റുന്നില്ലാണ്ട് വേറെ ഒന്നും ഈ 8 വർഷത്തിനുള്ളിൽ പണിയൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇതിൻ്റെ ക്ലച്ച് കുറച്ച് ലൂസായി. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ക്ലച്ചിൽ. അപ്പോൾ പോയി പറഞ്ഞപ്പോൾ ക്ലച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ക്ലച്ചിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെയുള്ള ചിലവും പിന്നെ ഒരു 4,000 ലേബർ ചാർജുമായി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഷോക്ക് അബ്സോർബർ 4 മാറ്റി. അതിനൊന്ന് 2,500 രൂപ വെച്ചിട്ട് 4 ഷോക്ക് അബ്സോർബർ മാറ്റി. അതല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വേറെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബാറ്ററി, പിന്നെ ഞാൻ വണ്ടി മൂലക്കിടുന്നതാണ്, അധികം അങ്ങനെ ഓടിക്കാറൊന്നുമില്ല. അച്ഛൻ വല്ലപ്പോഴും എടുക്കുള്ളൂ. അങ്ങനെ ബാറ്ററി ഡ്രെയിനായി. അങ്ങനെ ബാറ്ററി ഒരിക്കൽ മാറ്റി. അതിൻ്റെ ട്രേയും കുറച്ച് തുരുമ്പെടുത്തിരുന്നു ബാറ്ററി ഇതായിട്ട്. അതല്ലാണ്ട് വേറെ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ബാറ്ററിക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ബാറ്ററിക്ക് 7,500 രൂപയാണ് ആയത്. പഴയ ബാറ്ററി കൊടുത്തുകൊണ്ടാണ് 7,000 സംതിങ്ങിന് കിട്ടിയത്. അല്ലെങ്കിൽ 9 അങ്ങനെ പറഞ്ഞതാണ്. ഒരു 1,000 രൂപ തിരിച്ച് കിട്ടി. ടയറും മാറ്റിയതല്ലാണ്ട് ഇതിനകത്ത് വേറെ ഈ 8 വർഷത്തിനിടയിൽ മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ റെഗുലറായിട്ടുള്ള ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വണ്ടിയിൽ ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടായാലും അങ്ങനെ തീരെ ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ പപ്പടം എന്ന് വിളിക്കുന്ന ടൈപ്പൊന്നും അല്ല. കുറച്ച് സ്ട്രോങ് ഒക്കെയാണ് പഴയ സ്വിഫ്റ്റ്. ഇപ്പോഴത്തെ എനിക്കറിയില്ല. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒരു കാർ നിങ്ങൾ ഫാമിലിയൊക്കെ യൂസ് ചെയ്യാൻ വേണം. അത്യാവശ്യം കംഫർട്ട് വേണം. ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല മൈലേജൊക്കെ കിട്ടണം. അതുകൂടാതെ സിറ്റിയിലൊക്കെ ഒരു 10-16 മൈലേജ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ വിൽക്കാൻ പറ്റുന്നൊരു കാറാണെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ വണ്ടി വിൽക്കാൻ പോകാൻ കാരണം എനിക്ക് 7 സീറ്ററിൻ്റെ ആവശ്യം വരാൻ തുടങ്ങി. ഫാമിലിയിലെ ആൾക്കാരൊക്കെ കൂടി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 7 സീറ്റർ അത്യാവശ്യമായി വേണ്ടുന്നതുകൊണ്ട് ഞാനിത് വിൽക്കുമായിരുന്നു. അതിന് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഇതേപോലെ കാർ നോക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ ചെയ്തിരിക്കുന്നത്. 5 ലക്ഷം രൂപയോളം ഇന്ന് മാർക്കറ്റ് പ്രൈസ് ഉണ്ട് ഈ കാറിന്. 2016-17 സ്വിഫ്റ്റ് ഡിസയർ VDIക്ക്. പിന്നെ അത് ഇത് ബേസിക് ഓപ്ഷനാണ്. ബേസിക് ഓപ്ഷനിൽ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ
അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ വണ്ടി നല്ല ഹാപ്പിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു 7 സീറ്ററിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ 7 സീറ്റർ തന്നെ വേണം. നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കൂടിയോണ്ട് മാത്രം ഞാൻ വണ്ടി വെക്കുന്നത്. ഞാൻ അതർവൈസ് ഐ ആം ഹാപ്പി വിത്ത് ദിസ് കാർ. നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിങ്ങൾക്ക് എടുക്കാം. സ്വിഫ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. 20 ലക്ഷം വണ്ടിയോളം വിറ്റിട്ടുള്ളതാണ് കേരളത്തിൽ. സോ ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്ന ഇങ്ങനെ ഇതല്ലാണ്ട് വേറെ ഒരു പ്രോബ്ലംസ് ഇനിയില്ല. നിങ്ങൾ കണ്ണും പൂട്ടി എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.